ലോകത്തിലെ ഒരുത്തർക്കും ഭാഷയില്ലെങ്കിൽ, അതായത് സാഹിത്യമില്ലെങ്കിൽ സംഗീതമില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അത് വിശ്വസിക്കാനല്ല, കറക്റ്റാണ്. കുഞ്ഞ് ആദ്യം ജനിച്ച്, ഏത് കുഞ്ഞാണ് കുഞ്ഞിനെ പഠിപ്പിച്ചിട്ടാണ് അവൻ അമ്മയെ മാന്ന് വിളിക്കുന്നത്? അവനാദ്യം ജനിച്ച് ഇങ്ങോട്ട് പുറത്ത് വന്ന് ചുണ്ട് തുറന്ന് ആദ്യമായിട്ട് വിളിക്കുന്ന വാക്കാണ് മാ. അത് ലോകത്തിലെ ഏത് കുഞ്ഞും, ഇവിടെ മാത്രമല്ല, ഇവിടെയൊന്നുമല്ല. കാരണം 5-ാമത്തെ വയസ്സിനകത്ത് ഹൃദയം അവിടെ മിടിച്ചു തുടങ്ങും. 5-ാമത്തെ മാസത്തിൽ ഹൃദയം മിടിച്ചു തുടക്കുന്ന ആ കാലം തൊട്ട് പുറത്തിറങ്ങി വരണമുള്ള ബഹളമാണ്. ഇങ്ങോട്ട് കയ്യും കാലും ഇട്ട് അട്ടിക്കുകയും തല കുത്തി മറിയുകയൊക്കെ ചെയ്യുമായിരിക്കാം. പക്ഷേ പൊക്കിൾക്കൊടിയിൽ കൂടെ ശ്വാസവും ആഹാരവും എല്ലാം അമ്മയുടെ രക്തത്തിൽ കൂടെ അങ്ങ് തിരിച്ച് ചെല്ലുമ്പോൾ അവന് മിണ്ടേണ്ട ആവശ്യമില്ല. അവിടെ കിടന്ന് മിണ്ടിയാൽ അതും കൂടെ അങ്ങ് അകത്ത് പോകും, ഉറക്കത്തില്ല. പിന്നെ ഈ പുറത്തിറങ്ങി വന്ന് ഈ പ്രസവിച്ച് വീണ് പൊക്കിൾക്കൊടിയും കൂടെ മുറിച്ച് കഴിയുമ്പോഴാണ് ഇതെന്ത് പറ്റി, ഇത് ഇന്നലെ വരെ ഉള്ളൊരു സാധനമല്ലല്ലോ, ഇപ്പം ഞാൻ എവിടെയാണ്? അപ്പോഴാണ് അമ്മയെ വിളിച്ചു പോവുകയാണ്. വായ തുറന്ന് ഭൂലോകത്ത് ഏത് മനുഷ്യ കുഞ്ഞിനും വിളിക്കാവുന്ന ഒറ്റ പദമാണ് മാ. അത് മദറായാലും ശരി, മമ്മി ആയാലും ശരി, മായി ആയാലും ശരി, മാതയായാലും ശരി, അത് മായാണ്. ആ മായാണ് അമ്മ എന്നുള്ള പേരിൽ നമ്മൾ പിന്നീട് നമ്മളറിയുന്നത്. ഉമ്മ എന്നും അമ്മ എന്നും മാത ഒക്കെ അങ്ങനെ തരത്തിൽ നമ്മളറിയുന്നത്. ആ മായാണ് ആദ്യം കുഞ്ഞ് വിളിക്കുന്നത് ശബ്ദം. അതിനെ ആരാ പഠിപ്പിച്ചേ? അതാണ് ഈശ്വരൻ. ഇത് ലോകത്തെ ആദ്യമായിട്ട് വിളിക്കുന്ന ആദ്യത്തെ പദമാണത്. അല്ല ഞാൻ പഠിപ്പിച്ചല്ലോ എൻ്റെ മോനെ മാ എന്ന് വിളിക്കാൻ ആണോ? ഞാൻ എത്ര പണ്ഡിതനായാലും പഠിപ്പിക്കാൻ ഒക്കത്തുമില്ല, ഒന്നും പഠിപ്പിക്കാൻ ഒക്കില്ല. അപ്പോൾ അതാണ്. അപ്പോൾ അതങ്ങനെ വിളിച്ച് പരിചയിച്ച ആ ശബ്ദം, അതിൻ്റെ തുടർക്കഥയാണ്. അതിൻ്റെ ബാക്കിയുള്ളതാണ് നമ്മുടെ എല്ലാം ഇങ്ങോട്ടുള്ളതൊക്കെ. അപ്പോൾ അതൊരിക്കലും മറക്കാൻ പാടില്ല. കാരണം നമ്മൾ തന്നെ സൃഷ്ടിച്ച ആ സൃഷ്ടിയിലൂടെ നമ്മൾ പിൽക്കാലത്ത് കൊണ്ടുവരുന്ന പാട്ടെഴുതുന്ന ഒരു തൊഴിലാണുണ്ടെങ്കിൽ ആ പാട്ടെഴുത്തുകാരനേക്കാൾ വലുതാണ് അതിൻ്റെ നാദക്കാരൻ എന്ന് പറഞ്ഞാൽ അതിനോടങ്ങ് പരിപൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചില്ല. കാരണം സാമ്പത്തികം വരുന്ന സമയത്ത്, കാരണം പിന്നെ ഈ 51 അക്ഷരമുള്ള മലയാളത്തിനകത്ത് കിടന്ന് പാടുപെടുകയാണ് നമ്മൾ പാട്ടെഴുതാൻ. പക്ഷേ ആ മലയാള അക്ഷരത്തിനകത്ത് തന്നെ നമ്മൾ കിടന്ന് പാടുപെടുമ്പോൾ, ഞാൻ പറഞ്ഞ ഈ വൃത്തത്തിനകത്ത് തന്നെ, സ്ട്രക്ചറുടെ വൃത്തത്തിൻ്റെ കാര്യം പറഞ്ഞല്ലേ, വൈബഗ്യോ ശിവ എന്നുള്ള ആ ഇംഗ്ലീഷ് 26 അക്ഷരമുള്ള ഈ ഇംഗ്ലീഷിനകത്ത് ഇങ്ങനെ ഒരു കവിത തന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ അതേപോലെ തന്നെ കവിത, നമ്മുടെ കവിതയായ, അതായത് വസന്തതിലകം വൃത്തത്തിനകത്ത് കുമാരനാശാൻ വരെ എഴുതിയിട്ടുള്ള വീണപൂവ് എന്നുള്ള അത് കേട്ടിട്ടുണ്ടല്ലോ, അതേ ഇതിനകത്ത് പാട്ടുപാടി പ്രശസ്തമാക്കിയിട്ട് പോലും അത് കവിതയാണെന്ന് പിൽക്കാലത്ത് ആരും തിരിച്ചറിയാത്ത ഒരു വലിയ പാട്ടുണ്ട്. അതാണ് MS സുബ്ബലക്ഷ്മിയുടെ ടെൻ 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 സുപ്രഭാതം. അത് വസന്തതിലകം വൃത്തത്തിനകത്തുള്ള കവിതയാണ്. ഇതേപോലെ തന്നെ ഈ ട്യൂൺ തന്നെ എടുത്ത് കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു ആശു മണ്ണാകും ഈ മലരു വിസ്മൃതമാകും ഇപ്പോൾ എണ്ണീടിലാർക്കും ഇതു താൻ ഗതി സാധ്യമെന്തു കണ്ണീരിനാൽ അവനി വാഴ്വ്. കിനാവ് കഷ്ടം പാടാം, ഒരു കുഴപ്പമില്ലാതെ പാടാം, ഒരു പ്രശ്നമില്ലാതെ പാടാം. പക്ഷെ ആരും മനസ്സിലാക്കിയിട്ടില്ല ഇത് ഒരു കവിതയായിരുന്നു അത് എന്നുള്ളത്. മനസ്സിലാക്കാൻ നമുക്ക് കിട്ടിയിട്ടില്ല. അതിനകത്ത് സംഗീതം മുഴച്ചു നിൽക്കുന്നു, കയറി അങ്ങ് നിൽക്കുകയാണ്, അതിനകത്തായി പോകുന്നു നമ്മൾ. അങ്ങനെ നോക്കുമ്പോൾ തിരിച്ചും നോക്കണം നമ്മൾ. അങ്ങനെ ആകാം. അതും MS സുബ്ബലക്ഷ്മിയുടെ സംഗീതത്തിൻ്റെ പ്രതിഭയിലാണത് മറന്നുപോയത്. പക്ഷേ ആ പാട്ടില്ലാതെ, ആ അക്ഷരങ്ങളില്ലാതെ ആ പാട്ടില്ല, ഒരിക്കലും ഒക്കില്ല. ഈ യേശുദാസോ അല്ലെങ്കിൽ മുഹമ്മദ് റാഫിയോ എത്ര വലിയ പാട്ടുകൾ പാടിയാലും പാട്ടിൻ്റെ പേര് പറയാതെ ആ പാട്ടെന്ന് പറയാൻ ഒക്കുമോ? ജനഗണമന എന്നുള്ളതിൻ്റെ ട്യൂൺ വായിക്കാം, പക്ഷെ അപ്പം മനസ്സിൽ വരും ജനഗണമനയാണെന്നും മനസ്സിലായി, അത് വരും. അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പാട്ടാണല്ലോ ഇപ്പം നമ്മുടെ ഇദ്ദേഹം എടുത്ത് മാറ്റി ട്യൂൺ ചെയ്തത്. എങ്ങനെ മാറ്റി ട്യൂൺ ചെയ്താലും എന്തെല്ലാം തരത്തിൽ ആക്കിയാലും വന്ദേ മാതരം എന്ന് പറയുന്ന ആ പഴയ പാട്ട്, വന്ദേ മാതരം എന്നുള്ള ആ പഴയ ട്യൂൺ, ആ ട്യൂൺ മാത്രം കേട്ടാൽ നമുക്കറിയാം വന്ദേ മാതരമാണെന്ന്. പക്ഷേ ഇപ്പോൾ AR റഹ്മാൻ ചെയ്ത ആ പാട്ടിലെ ട്യൂൺ കേട്ടാലും പുല്ല് പോലെ നമുക്ക് പറയാൻ പറ്റും ഇതും വന്ദേ മാതരം തന്നെയാണ്. അതിനെ വന്ദേ മാതരത്തിനെ തെറ്റ് പറയാൻ ഒക്കുകയില്ല. ലൈൻസിനെ നമ്മൾ മാനിക്കുന്നില്ലെങ്കിലും അതിനകത്ത് ഏറ്റവും വലിയ ഘടകം ഭാഷ തന്നെയാണ്, ഇത് തന്നെയാണ്.